ഈ ഇലക്ഷനെ CPM എന്ന് പറയുന്ന സംഘടന ഭയപ്പെടുന്നുണ്ടോ? പ്രജിത, CPM എന്ന സംഘടന ഭയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന നിലമ്പൂർ ബൈ ഇലക്ഷൻ സ്വരാജ് ജയിച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇവർക്കൊരു ഊർജം കിട്ടും. അതെ, ഈ ഊർജത്തിൽ ഇവർ പച്ച മലയാളത്തിൽ കുന്തളിക്കും. കുന്തളിക്കുമ്പോൾ കുന്തളിപ്പിന് കുറവൊന്നുമില്ല. കുന്തളിച്ചാൽ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇവർ പിന്നെ സർക്കാർ അത് ചെയ്യാൻ പോകും, ഇത് ചെയ്യാൻ പോകും, മന്ത്രിമാരെ മാറ്റും. ഇവിടെ ഒരു കോൺഗ്രസ് മിനിസ്ട്രിയുടെ സ്റ്റൈലിലാണ് പിണറായി വിജയൻ എന്ന സഖാവ്, എനിക്ക് നാണക്കേടുണ്ട് സഖാവ് എന്ന് പറയാൻ, ഇവിടെ ഭരിക്കുന്നത്. കോൺഗ്രസ് അവിടെ പാർട്ടി അണികൾക്ക് നാണക്കേടുണ്ടെന്നാണ് എന്നോട് പല നേതൃത്വത്തിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. അതെ, അപ്പൊ ഏതായാലും അത്തരത്തിൽ പിണറായി വിജയൻ എന്ന നേതാവിനും പിണറായി വിജയന് കൊഴലൂത്ത് നടത്തുന്ന കുറെ പേര്, അതായത് വേറെ ആരുമില്ല, ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ആരൊക്കെയെന്ന് വെച്ചാൽ പിണറായി വിജയന്റെ കുടുംബം, പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകള്, അദ്ദേഹത്തിന്റെ ഭാര്യ, പിന്നെ P ശശി, പിന്നെ മുഹമ്മദ് റിയാസ്, ഇത്ര പേരെ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ല, MR അജിത് കുമാർ ഒരിക്കലും ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന പോലെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാതെ തീരാന്നുള്ളതേ ഉള്ളൂ. ഉദ്യോഗസ്ഥർ കളം മാറ്റി കളിക്കും. ഇത് വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അതായത് ഒരു ഭരണം സാധാരണ, ഞാൻ ഇതിനിടയ്ക്ക് പറയേണ്ടതല്ല, എന്നാലും ഞാൻ പറഞ്ഞു പോകുന്നതാണ്. സാധാരണ ലെവലിൽ കേരളത്തിൽ ഒരു പാർട്ടിയുടെ ഭരണം നിൽക്കുമ്പോൾ ആ ഭരണത്തിന്റെ അവസാന നാളുകളിൽ അടുത്തൊരു ഭരണം ഏറ്റവും കൂടുതൽ കാംക്ഷിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. ഭരണമാറ്റം. കാര്യം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പല വെട്ടുകളും വീണ്ടും ഒരു സർക്കാർ, ഇതേ സെയിം സർക്കാർ ഒന്നും ചിലപ്പോൾ പിടിച്ചെന്ന് വരാം. ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങും, പിന്നെ വേറെ ഫയലിൽ കുറിയിട്ട് വേറെ പല പരിപാടികളും നടത്തും. നമ്മൾ KSRTC ഒരു സ്റ്റോറി ചെയ്തപ്പോൾ ചീഫ് ഓഫീസ് വെള്ളാനയാണെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അതേപോലെ പല ഇവർക്ക് ഈ കിട്ടണമെന്നും പോരാ. ഞങ്ങൾ തമാശയ്ക്ക് പറയും, ഈ കിമ്പളമാണ് തിരുവനന്തപുരത്ത് പാളയത്ത് കണ്ണിമാറ മാർക്കറ്റിനെ നിലനിർത്തിക്കൊണ്ടു പോണത്. തമാശയ്ക്ക് ഞങ്ങൾ പറയുന്ന ഈ കിമ്പളമാണ്. ഞാനൊക്കെ മത്സ്യം വാങ്ങാൻ പോയാലും അവിടെ മത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വില കുറഞ്ഞ മീനുണ്ടോ എന്ന് ഞാൻ നോക്കും. മേടിച്ചോണ്ട് വീട്ടിൽ ചെന്നാൽ ഭാര്യയുടെ വാരിക്കണാക്കേണ്ടി വരും, കൊള്ളത്തില്ലായിരിക്കും. ആ സ്ഥാനത്ത് തുണ്ടം മീനൊക്കെ അരിഞ്ഞു വെച്ചിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് വാങ്ങിച്ചോണ്ട് പോകും. അവർക്ക് കിമ്പളവും ഉണ്ട്. അപ്പോ പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് ജീവിതം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന കാശ് വെച്ചിട്ട് അടുത്ത ഒരു മാസം വരെ ഇങ്ങനെ പോകുന്ന ആൾക്കാരാ. 5 രൂപ എടുക്കും, 10 രൂപ എടുക്കും, ഒരു ചായ കുടിച്ചാൽ അതിൽ കണക്ക് കൂട്ടും. എറണാകുളത്തെ ജീവിതമല്ല, എറണാകുളത്തെ ലാവിഷല്ല ജീവിതമല്ല തിരുവനന്തപുരത്തെ ജീവിതം. സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെയാണ്. അപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥർ ഭരണമാറ്റം ആഗ്രഹിക്കും. ഭരണത്തിന്റെ അവസാന നാളുകളിൽ ചെയ്യാവുന്ന മാക്സിമം പണിയെല്ലാം ചെയ്യും. പോലീസ് കണ്ണി കിടണവനൊക്കെ എടുത്തിട്ട് അടിക്കും, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും, സർക്കാരിന് പേരുദോഷം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയൊക്കെ കാണിക്കുന്ന സർക്കാരിൻ്റെ പിടിക്കാതിരിക്കാൻ മറ്റൊരു പുതിയ സർക്കാർ വന്നാലേ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിൽ സർക്കാർ തലത്തിൽ ഇദ്ദേഹത്തിന് എതിരുണ്ട്. അതുകൊണ്ട് അജിത് കുമാർ ഒരിക്കലും പോകില്ല, അജിത് കുമാറിന് ഒരിക്കലും. പക്ഷെ പാർട്ടിക്കകത്ത് സംഘടന നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ MA ബേബി ഉണ്ട്, MV ഗോവിന്ദനുണ്ട്. സംഘടനയുണ്ടെങ്കിലേ നാളെ ഒരു സമയത്ത് ഇവിടെ പാർട്ടിക്ക് ഭരണം കിട്ടുള്ളൂ. പാർലമെന്ററി തലത്തിൽ വീണ്ടും ഒരു ഭരണം വരണമെന്നുണ്ടെങ്കിൽ M സ്വരാജ് തോക്കണം. പക്ഷെ അത് ഒരു തോൽവി എന്ന് പറയുന്ന വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നായിരിക്കെ ഒരു തോൽവി വരുന്നത് പാർട്ടിയെ ബാധിക്കില്ലേ? പാർട്ടിയെ ബാധിക്കണമല്ലോ. 8 മാസത്തേക്ക് M സ്വരാജിനെ വേറൊരു കഥ കൂടെ കേൾക്കുന്നുണ്ട്. M സ്വരാജ് ഇവിടെ നിന്ന് തോറ്റാൽ ബുദ്ധിജീവി M സ്വരാജിനെ പിണറായി വിജയൻ, അതാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞ, ഒരു കത്ത് എഴുതി വാങ്ങിയത്. ആ കത്തിൽ അദ്ദേഹത്തിന് രാജ്യസഭയിൽ MP ആയി വിടാമെന്ന് പറഞ്ഞു. ഓഹോ, അതായിരുന്നു അതിന്റെ രഹസ്യം. M സ്വരാജ് രാജ്യസഭയിൽ MP ആയിട്ട് പോകും. നാണക്കേട് മറക്കാൻ അവിടെ സഞ്ജയ്ക്ക് തൂക്കി വേണമെങ്കിൽ ബുദ്ധിജീവിയായിട്ട് ഇദ്ദേഹത്തിനോട് പോയി ഏതെങ്കിലും ഒരു സീറ്റ് ഒഴിവുണ്ടാവും. സീറ്റുകൾ പലതും ഒഴിവുണ്ടാവും. ആ സീറ്റിൽ രാജ്യസഭയിൽ ആരോടെ ബഹുമാനപ്പെട്ട ബ്രിട്ടാസിനോട് പോവാം പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഏതായാലും ഗോവിന്ദൻ ആഗ്രഹിക്കുന്നു, MA ബേബി ആഗ്രഹിക്കുന്നു, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തന്നെ ഇടപെട്ട് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്ന ഈ M സ്വരാജ് തോൽക്കണമെന്ന്. M സ്വരാജ് തോറ്റില്ലെങ്കിൽ പിന്നെ വെറ്റൊന്നുകൂടെ ഉണ്ട്. സംസ്ഥാന മന്ത്രിസഭയിൽ ഇതുവരെ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന പല മന്ത്രിമാരും ആഗ്രഹിക്കുന്നുണ്ട്. ഇത് അണിയറ കഥകളാണ്. അതെ, അണിയറ കഥകളാണ്. ഞാൻ ചോദിക്കുന്നത് അപ്പോഴും ഇത് ഈ പാർട്ടിയെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ്. പാർട്ടിയെ ബാധിച്ചു, ഭരണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭരണം വേണ്ട. പാർട്ടിയെ ബാധിച്ചു കഴിഞ്ഞു. ക്യാൻസർ വന്നു കഴിഞ്ഞു. ക്യാൻസർ വന്നാൽ എന്ത് ചെയ്യും? ആ ഭാഗം വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. ശരീരത്തിൽ ഇപ്പൊ കരൾ ക്യാൻസർ വന്നാൽ ആ കരൾ ആ ഭാഗം പോവും. കരൾ വളരുന്ന ഒരു അവയവമാണ്. അതുപോലെ കരൾ ക്യാൻസർ പോലെ CPM ക്യാൻസർ ആയി കഴിഞ്ഞു.
ഇല്ലെങ്കിൽ ബംഗാളിൽ സംഭവിച്ച ഇവിടെ സംഭവിക്കും. ഇല്ലെങ്കിൽ പാർട്ടി ഇല്ല. പാർട്ടി ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് പോക്കറ്റിൽ വല്ലതും ഇടാൻ പറ്റൂ. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് 25,000 രൂപയാണ് ശമ്പളം, നിങ്ങൾക്കറിയോ? ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് 15,000 രൂപയാണ് ശമ്പളം. ബ്രാഞ്ച് സെക്രട്ടറിക്ക് നീ വെട്ടിക്കോ, അതിൽ വല്ലതും വേണമെങ്കിൽ എടുത്തോ. ദേശാഭിമാനി പത്രത്തിൻ്റെ വരിക്കാർ, കർഷക സംഘത്തിൻ്റെ പരിപാടി, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതിൽ നിന്നൊക്കെ നീ വേണമെങ്കിൽ ഒരു ചെറിയ മണി എടുത്തോ. പക്ഷെ ഒരുപാട് എടുത്താൽ നിന്നെ പിടിക്കും. ചോർച്ചയുണ്ട് ഇന്ന ഏരിയ കമ്മിറ്റി ഓഫീസ്. നമ്മൾ വിചാരിക്കും, എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് വലിയ കാര്യത്തിൽ കമ്മിറ്റി വിളിക്കും. നമ്മൾ വരിക നമുക്ക് പറയാനുള്ളതെല്ലാം പറയാം. അത് സഖാക്കൾ ആദ്യമാണ്, ഇതിയാണ്, മാളയാണ്, കൂടെയാണ്. സഖാക്കളെ നിങ്ങൾ ഇന്നിവിടെ വിളിച്ച് വരുത്തിയത് ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ പിന്നെ മേൽക്കൂര ചോർന്നൊലിക്കുകയാണ്. അത് നമ്മൾ പൈസ അടച്ചിട്ടില്ല. നമ്മൾ പിന്നെ ബാങ്കിൻ്റെ പിരിവ്, ബാങ്കിൻ്റെ ലോൺ അടച്ചിട്ടില്ല. അതിന് സഖാക്കൾ കാശിടണം. എല്ലാവരും എത്ര രൂപ? സഖാവ് കഞ്ഞി കുടിക്കാൻ കാശില്ല, ഇന്നടത്താണ് ജോലി ചെയ്യണത്. കഞ്ഞി കുടിക്കണമെങ്കിൽ 30 രൂപ വേണം, ഒരു മാസം എത്ര രൂപ അതൊന്നും അറിയണ്ട, കാശുണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ നിർബന്ധമായി എല്ലാവരും ദേശാഭിമാനി വരുത്തുക. ദേശാഭിമാനിയിലെ അക്ഷരങ്ങൾ പഠിച്ചാൽ മതി, വേറൊന്നും പഠിക്കണം. ഇതാണ്, ഇങ്ങനെ സംഘടന നിലനിൽക്കണം. നിങ്ങൾക്കറിയാം ഒരു ആസ്തി എന്താണെന്ന്? തിരുവനന്തപുരം നഗരത്തിൽ മാഞ്ഞാലിക്കുളത്ത് ദേശാഭിമാനിക്ക് ഒരു പഴയ ഓഫീസുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ മനോരമയെ വെല്ലുന്ന ഒരു ഓഫീസ് ദേശാഭിമാനിക്കുണ്ട്. ജനയുഗത്തിന് ഇപ്പോഴാണ് ഒരു ഓഫീസ് ഉണ്ടായത്. എം.എൻ. സ്മാരകത്തിൻ്റെ അവിടെ ഇപ്പോൾ ഒരു പുതിയ കെട്ടിടം വന്നു. തൊട്ടപ്പുറത്ത് ജനയുഗത്തിൻ്റെ ഓഫീസ്, വഴുതക്കാട് കലാഭവൻ്റെ അടുത്ത്, കലാഭവൻ്റെ അല്ല AARൻ്റെ അടുത്തൊരു ഓഫീസുണ്ട്. ഒരു ഭാർഗവി നിലയം പോലത്തെ ഒരു ഓഫീസ്. ഞാൻ കൊച്ചാക്കി പറയുന്നതല്ല. അപ്പോൾ CPM-ന് ആസ്തിയുണ്ട്, അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് CPM-ന്റെ സംഘടന, CPM എന്ന സംഘടന നിൽക്കണമെന്നുണ്ടെങ്കിൽ എം സ്വരാജ് തോക്കണം. പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ അപ്രമാദിത്വം അവസാനിക്കണം. അത് കഴിയുന്നില്ല. പിണറായി എങ്ങനെയാണ് ഇവരൊക്കെ വായടപ്പിക്കുന്നത്? 150 കോടി രൂപയുടെ AK സെന്റർ എങ്ങനെയാണ് പണിത്? ഞാൻ ചോദിക്കട്ടെ പ്രീത, പാർട്ടിയിലെ ഒരു കേവലം അംഗമായിട്ടുള്ള ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മകളുടെ ബിസിനസ്സിന് AK സെന്ററിന്റെ അഡ്രസ് കൊടുക്കോ? അല്ല, അതെല്ലാം പിണറായിയുടെ അധികാരം കൊണ്ട് തന്നെയാണ്. അധികാരം എന്ന് പറയുന്നത് ഇദ്ദേഹം സ്റ്റാലിൻ ആയതുകൊണ്ടല്ലേ? ഇദ്ദേഹം സ്റ്റാലിനാണ്. സ്റ്റാലിന്റെ അവസാനം നിങ്ങൾക്ക് അറിയോ എങ്ങനെയാണെന്ന്? സ്റ്റാലിനാണ് ഈ പാർട്ടിയെ കുഴിച്ചു മൂടിയത്. സ്റ്റാലിനിസമാണ് അദ്ദേഹം സ്റ്റാലിനിസമാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അതുപോലെ ഒരു കുഴിച്ചു കൂടുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ പാർട്ടിയും പോകുന്നത്. ബംഗാളിൽ ഈ പാർട്ടി എങ്ങനെയാണോ തകർന്നത് അതുപോലെ ഈ പാർട്ടി തകരുക. അതായത് എം സ്വരാജ് തോക്കണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ MP രാജേഷ് ഉണ്ട്, KN ബാലഗോപാൽ ഉണ്ട്, രാജീവ് ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ബംഗാളിലെ പോലെ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ സ്വരാജ് തോക്കണമെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബംഗാളിലെ പോലെ അവസ്ഥയെന്ന് മാത്രമല്ല, അതിനോട് കൂട്ടിച്ചേർക്കാൻ ഈ സംഘടന നശിക്കാതിരിക്കാൻ. അപ്പൊ ഈ തോൽവിയിലൂടെ ഇതെങ്ങനെ സാധിക്കും? തോൽവിയിലൂടെ അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നന്നായി പണിയെടുക്കണം. പാർട്ടി സംഘടന വേണം. സംഘടന വേണമെങ്കിൽ ഇതേപോലെ മെയ്യനങ്ങാതിരിക്കരുത്. ഈ തോൽവി തരുന്ന ഒരു സൂചന നിങ്ങൾ ഇവിടെ വെട്ടിത്തിന്നു, ഈ കേരളത്തിൽ വെട്ടിത്തിന്നു. പക്ഷെ അത് പാർട്ടി അണികളും പ്രവർത്തകരും അനുഭവികളും ഒന്നും ചെയ്യണില്ല. ഈ പാർട്ടിയെ നശിപ്പിച്ചത് പിണറായി അല്ലേ? അത് മനസ്സിലാക്കുമല്ലോ അവര്. അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്നാൽ പോരെ? പാർട്ടി അംഗങ്ങളാണ് പ്രീത ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാത്തവര്, മറുത്ത് ചെയ്യുന്നവരവരാ. അവിടെ നിന്ന് ഓർഡർ വരും. ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപി ജയിച്ചത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? സുരേഷ് ഗോപി പാർട്ടിക്കാരിട്ട വോട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. ക്രിസ്ത്യൻ വോട്ട് പാർട്ടിക്കാർ തൃശ്ശൂർ ഇട്ടത്, CPM ഇട്ടത്. ആരെ തോപ്പിക്കാൻ? സുനിലിനെ തോപ്പിക്കാൻ, തൃശ്ശൂരാരുടെ സുനിയേട്ടനെ തോപ്പിക്കാൻ. ഒരു വിളി വരും, നിങ്ങൾക്കൊന്നും അറിയില്ല. ഉച്ച കഴിഞ്ഞ വോട്ടെല്ലാം സഖാക്കൾ ഇന്നാർക്ക് കുത്തണം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. എനിക്ക് പ്രീതയ്ക്കൊക്കെ ഈ പറയുന്ന രഹസ്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ചിലപ്പോൾ പ്രീതയ്ക്ക് അറിയില്ലായിരിക്കും. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മണ്ടന്മാരാ. എവർ തീരുമാനിക്കും. AK സെന്ററിൽ നിന്ന് വിളിച്ച് പറയും, ഇവിടെ ഇന്ന ബൂത്ത് 5 ബൂത്ത് മാറി കുത്രേ, കൂത്തും, പ്രതിഫലം പോക്കറ്റിൽ കാണും. അതാണ് നാളെ വരെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു തോൽവി അനിവാര്യമാണ്. തദ്ദേശ ഇലക്ഷനിൽ ചിലപ്പോൾ എന്ത് വേണം സംഭവിക്കാം. SDPIയുടെ പിന്തുണയോടെ ഇവിടെ ഭരണത്തിരിക്കുന്നുണ്ട് പലയിടത്തും, അല്ലയോ? അത്തരത്തിൽ നമുക്കിത് കാണാം, പ്രതീക്ഷിക്കാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കാർ തന്നെ പിണറായിക്ക് പണി കൊടുക്കണമെന്ന് ഇപ്പോഴേ അരയും തലയും മുറുക്കിക്കെട്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കണമെന്നാണ് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്. MP ഗോവിന്ദൻ ആഗ്രഹിക്കുന്നത്, ബേബി ആഗ്രഹിക്കുന്നത്, രാജേഷ് ആഗ്രഹിക്കുന്നത്, ബാലഗോപാൽ ആഗ്രഹിക്കുന്നത്, രാജീവ് ആഗ്രഹിക്കുന്നത്.